ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങളെ എൻ്റർടൈനിങ് വേൾഡ് കൊണ്ടുപോകുന്നത് ഗോവയിലേക്കാണ്. വെറും ഗോവയല്ല കേട്ടോ, മിനി ഗോവ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. കോഴിക്കോട് നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഈ മിനി ഗോവയിൽ എത്തിച്ചേരാൻ കഴിയും കേട്ടോ. ഇത് സ്ഥിതി ചെയ്യുന്നത് വടകരയിലാണ്. കൊളാവി ബീച്ച് എന്നും ഈ ബീച്ചിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പോണത് ബീച്ചിലേക്കുള്ള റോഡിലൂടെ കേട്ടോ. പിന്നെ കടലാമ സംരക്ഷണ കേന്ദ്രം അവിടെ ഉണ്ട്. ഫ്രീ എൻട്രി ആണ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കയറട്ടോ. ഈ കാണുന്ന പുഴയും കടലും കൂടി ചേർന്നതാണ് മിനി ഗോവ എന്ന് പറയുന്നത്, അഥവാ കൊളാവി ബീച്ച്. നല്ല രസമാണ് കേട്ടോ. അവിടെ എത്തുന്നതിന് മുമ്പുള്ള ഈ വഴിയോര യാത്ര പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വളരെയധികം ഇഷ്ടമാകുന്ന ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ മിനി ഗോവ. ഇത് ആദ്യം എത്ര ഫേമസ് ആയ സ്ഥലമൊന്നുമല്ലായിരുന്നു കേട്ടോ. ഇപ്പം ഈ അടുത്ത് കുറച്ചായിട്ടാണ് സഞ്ചാരികളൊക്കെ ഇവിടെ ഇങ്ങനെ വരാൻ തുടങ്ങിയതും ഇവിടെ ഫേമസ് ആവാൻ തുടങ്ങിയതൊക്കെ ഈ കുറച്ച് അടുത്ത കാലങ്ങളായിട്ടാണ്. ആദ്യം വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഉള്ളിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. കണ്ടൽക്കാട് കൂടി നടക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു ബീച്ച് പോലത്തെ സ്ഥലമുണ്ട്, അതിൽ കൂടി നടന്നാൽ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. നമ്മൾ പോയത് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടാണ് കേട്ടോ. നല്ല രസമല്ലേ കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ. വേനലായതുകൊണ്ടാണ് എല്ലാം കരിഞ്ഞ് ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. മഴക്കാലത്തൊക്കെ വരാണെങ്കിൽ നല്ല രസമായിരിക്കും, എല്ലാം പച്ചപ്പായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല കുറേ ടൂറിസ്റ്റുകളൊക്കെ അവിടേക്ക് എത്തിയിരുന്നു കേട്ടോ. ആളുകളൊക്കെ വരുന്നത് ഇവിടെ കാണാൻ മാത്രം ഉണ്ട് കേട്ടോ. അത്രയും വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വരാണെങ്കിൽ വേസ്റ്റൊക്കെ ബാഗിൽ തന്നെ ഇട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. ഒരു നശിപ്പിക്കുന്ന പോലെയാണ് കേട്ടോ. ഫുള്ളും വേസ്റ്റ് ആയിരുന്നു. കണ്ടൽക്കാട്ടിൽ നിറച്ചു പ്ലാസ്റ്റിക് കവറൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ വേനലായതുകൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും ഇവിടെ കുറവില്ലായിരുന്നു കേട്ടോ. ഇതിന് മുമ്പേ നമ്മൾ ഇവിടെ വന്നിക്കണ്. അപ്പോൾ ഉള്ള പോലെ തന്നെ ഉള്ള വെള്ളം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്, മിനി ഗോവയിലേക്ക് എത്താനുള്ള വഴിയാണ്. ചെറിയ ചെറിയ തോടുകൾ പോലത്തെ ഒക്കെ അതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ അവിടേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കട ഉണ്ട് കേട്ടോ. പിന്നെ അവിടേക്ക് കയറി കഴിഞ്ഞാലും ഉണ്ട് കരയിൽ പെട്ടിക്കട. അപ്പോൾ നമ്മൾ പോയ ടൈമിൽ നല്ല വെള്ളമുള്ള ടൈമായിരുന്നു. അന്നൊന്ന് വന്നപ്പോൾ ഇത്ര വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. കളിക്കാനൊക്കെ പറ്റിയൊരു ഇതായിരുന്നു. കുറേ കര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് പോയപ്പോൾ തീരെ കരയില്ല, ഫുള്ളും വെള്ളം കൊണ്ട് അടിച്ച് കയറുന്ന രീതിയിലുള്ള വെള്ളമായിരുന്നു. ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ കടലും പുഴയും കൂടി ഒരുമിച്ച് ചേരുന്ന പ്ലേസ്. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരാൻ സേഫാണ് കേട്ടോ. കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരും അടിച്ചു പൊളിക്കും കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള പ്ലേസാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും വെള്ളത്തിൽ കളിക്കുന്നത്, അധികം ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നതാണ് ചെയ്യുന്നത്. കൂടുതലും മക്കളാണ് കേട്ടോ എൻജോയ് ചെയ്യുന്നത്. വെള്ളമൊന്നും തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പാരൻസിനൊന്നും പേടിക്കാനില്ല. കടലൊക്കെ ഭയങ്കരമായിട്ട് അടിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 5:00 തന്നെ പോലീസുകാരൊക്കെ വന്നിട്ട് ആൾക്കാരൊക്കെ കയറ്റി കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് കണ്ടൽക്കാട് കൂടും ഒന്ന് ബീച്ചിൻ്റെ അൽക്കൂടിയും വരാൻ പറ്റിയ പ്ലേസ് എന്ന് പറഞ്ഞത്. ഇതാണ് ബീച്ചിൻ്റെ അൽക്കൂടെ വരാൻ പറ്റിയ പ്ലേസ് കേട്ടോ. നമ്മൾ വരുമ്പോൾ കണ്ടൽക്കാട് കൂടെ വന്ന് തിരിച്ചു പോകുമ്പോൾ ഇത് കൂടെ ആട്ടോ പോകുന്നത്. അപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടാൻ സാധിച്ചു കേട്ടോ. പിന്നെ കല്ലമ്മലൊക്കെ നിൽക്കുമ്പോൾ നന്നായിട്ട് കടലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. കല്ലമ്മ നിൽക്കുമ്പോൾ ഇങ്ങനെ തിര വന്ന് അടിച്ച് കയറാണ്. കളിച്ച് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്നോളി, നല്ല രസമാണ് കേട്ടോ കടലൊക്കെ വന്ന് അടിക്കുന്ന കാണാൻ. അപ്പോൾ ഇതൊക്കെ കേട്ടോ മിനി ഗോവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക, കുളിക്കാനും കളിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള പ്ലേസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കൊക്കെ ആയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you for watching.